ഹായ് മക്കളെ, അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് സാറ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബുക്ക് സെറ്റിനെ കുറിച്ചാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ അതിൻ്റെ ഡേറ്റ് നമ്മൾ ഈ മന്ത് 20th വരെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 27th വരെ നീട്ടിയിട്ടുണ്ട്. ഓക്കെ, മറ്റൊന്നും കൊണ്ടല്ല, പല കുട്ടികളും വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു, അതായത് എക്സാം കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാം എന്നായിരുന്നു പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പാരൻസും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പം എക്സാം കഴിയുന്ന ആ ഒരു ടൈം വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 27th വരെ. അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ 27th തന്നെ ജോയിൻ ചെയ്യുക. കാരണം മക്കൾക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എക്സാമിനറിൻ്റെ ബുക്സ് മക്കൾക്ക് അറിയാം, അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പലരും ഇപ്പം സാറിൻ്റെ മെസ്സേജ് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ അട്ടി ടെസ്റ്റാണ് ഞങ്ങൾക്കുള്ളത്, അതിലുള്ള ഫുള്ള് കാര്യങ്ങളും പഠിക്കണോ, ഇത് ഫുള്ള് വരുമോ, പ്രത്യേകിച്ച് തിയറീസിൻ്റെ ഒക്കെ. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് തന്നെ നമുക്ക് കണ്ടറിയാം, അത്രയ്ക്കും കാര്യങ്ങളുണ്ടാവും. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കെന്താ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ മാത്രം ആവശ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ബുക്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും മക്കൾ മിസ് ചെയ്യാണ്ടിരിക്കുക. കൃത്യമായിട്ട് നമ്മുടെ ഈ ബുക്സ് മാക്സിമം മക്കൾ വാങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്കിതാ ഇപ്പോൾ +1 എക്സാം കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ +2 കടക്കുകയാണ് അല്ലേ. വലിയൊരു വലിയൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മളിപ്പം +1 പോലെയല്ല, കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം +2 നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ +2 അക്കൗണ്ടൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പ്രോബ്ലംസ് പലരും പറഞ്ഞു. അതായത് പാറ്റേൺ മാറിയിട്ടുണ്ടാവും, പെട്ടെന്നാണ് പാറ്റേൺ മാറ്റിയിട്ടുള്ളത്. അതായത് പബ്ലിക് എക്സാമിൽ മാത്രം, അതായത് അവർ ഓണപരീക്ഷ ഹാഫ് ഇയർലി ക്വാർട്ടർലി ഒന്നും ഒരു ചേഞ്ചും ഇല്ല, പക്ഷേ പബ്ലിക് എക്സാമിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. അതിൻ്റെ രീതിയിൽ കുട്ടികൾ കുറേ ബുദ്ധിമുട്ടി. സോ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് മക്കൾക്ക് ഇനിയും ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അപ്പോൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല, അതിലൊന്നും നമ്മൾ വീണുപോകാൻ പാടില്ല. അതിന് കൃത്യമായി നമുക്കെന്താ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും വെച്ചുകൊണ്ട് വേണം നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതും 27th മുൻപായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഓരോ ബുക്സും 1000+ എബോ റേഞ്ച് വരുന്ന ബുക്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പോൾ 27th ശേഷമാണെങ്കിൽ നമ്മളിതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയലും ലൈവ് ക്ലാസ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ കൂടുതലായിട്ടും മക്കൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഫോണിൽ അല്ലേ, അധികവും നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ഓക്കെയാണ്, നമുക്ക് ഫിസിക്കലി തന്നെ അതൊരു പ്രോബ്ലം ആയിട്ട് വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ബുക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റമാണ്. അതിൻ്റെ കൂടെ നമുക്ക് അത്രയ്ക്കും വാല്യബിൾ ആയിട്ടുള്ളൊരു ബുക്സ് കൂടെ ആകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ബുക്സൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. എന്നിട്ട് +2 ഉഷാറാക്കണം. ഓക്കെ, അപ്പോൾ മറന്നുകൊണ്ട ഡേറ്റ് March 27th. ഓക്കെ, കൃത്യമായി ജോയിൻ ചെയ്യുക. സാർമാരൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് +2 അടിപൊളിയാക്കണം. ഓക്കെ.